Good morning, everybody. Welcome to another video. So, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന വേറൊരു പുതിയ ടോപ്പിക് ആണ് മൈക്രോ എക്കണോമിക്സ് തിയറി ഇൻ അപ്ലിക്കേഷൻ എന്ന് പറയുന്ന PG ഫസ്റ്റ് സെം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന ഒരു പേപ്പറിലെ മൈക്രോ എക്കണോമിക്സ് എന്ന പേപ്പറിൽ തിയറി ഓഫ് ഇംപെർഫെക്റ്റ് മാർക്കറ്റ് എന്നുള്ള ഫോർത്ത് മൊഡ്യൂളിൽ വരുന്ന നോൺ കൊളൂസീവ് ഒളിഗോപോളി മോഡൽസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്താണ് നോൺ കൊളൂസീവ് ഒളിഗോപോളി മോഡൽസ് എന്ന്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടോപ്പിക് പഠിക്കാം. വാട്ട് ഇസ് നോൺ കൊളൂസീവ് ഒളിഗോപോളി മോഡൽ? And non-collusive oligopoly model is a market structure in which a firms compete independently without making any agreement on price, output and market sharing. അതായത് നോൺ കൊളൂസീവ് ഒളിഗോപോളി എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ആണ്. നമുക്കറിയാം ഒളിഗോപോളി എന്ന് പറഞ്ഞാൽ കുറച്ച് ഫേംസ് മാത്രമേ ഉണ്ടാവും, ഫ്യൂ ഫേംസ് ആണ് ഉണ്ടാവുന്നത്. ഇവിടെ ഈ ഫ്യൂ ഫേംസ് തമ്മിൽ ഇൻഡിപെൻഡന്റ്ലി ആയിരിക്കും തീരുമാനങ്ങൾ എടുക്കുന്നത്. അവര് പ്രൈസിന്റെയോ ഔട്ട്പുട്ടിന്റെയോ മാർക്കറ്റ് ഷെയറിന്റെയോ മായി ബന്ധപ്പെട്ട് യാതൊരു എഗ്രിമെന്റും ഈ ഫേംസ് തമ്മിൽ ചെയ്യില്ല. ദർ ഇസ് നോ എഗ്രിമെന്റ് ബിറ്റ്വീൻ പ്രൈസ്, ഔട്ട്പുട്ട് ആൻഡ് മാർക്കറ്റ് ഷെയർ. അവരവരുടെ ഫേമിന്റെ ഡെസിഷൻ ഇൻഡിപെൻഡന്റ്ലി ആണ് അവരെടുക്കുന്നത്. ഓക്കെ, each firm makes its own decision while considering the action of rival firms. ഇവിടെ ഡെസിഷൻ എടുക്കുന്നത് എങ്ങനെയാണ്? മറ്റ് ഫേംസ് എന്ത് ആക്ഷൻ ആണോ ചെയ്യുന്നതെന്ന് ഇവർ ശ്രദ്ധിക്കും. ഓരോ മറ്റ് ഫേംസ് എന്ത് ആക്ഷൻ ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമാണ് അവര് ഒരു ഫേം ഡെസിഷൻ എടുക്കുന്നത്. മറ്റ് ഫേം എന്ത് ആക്ഷൻ ചെയ്യുന്നു അതിന്റെ ബേസിലാണ് ആ ആക്ഷൻ കൺസിഡർ ചെയ്തിട്ടാണ് ഒരു ഫേം ഡെസിഷൻ എടുക്കുന്നത് എന്നാണ് പറയുന്നത്. നമുക്കൊരു സിമ്പിൾ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നോൺ കൊളൂസീവ് ഒളിഗോപോളി ഈസ് എ മാർക്കറ്റ് വേർ ഫ്യൂ ഫേംസ് കോമ്പീറ്റ് വിത്ത് ഈച്ച് അതർ ആൻഡ് ഡു നോട്ട് കോപ്പറേറ്റ് ഓർ മേക്ക് എഗ്രിമെന്റ്സ്. അതായത് നോൺ കൊളൂസീവ് ഒളിഗോപോളി ഈസ് എ മാർക്കറ്റ് വേർ ഫ്യൂ ഫേംസ് കോമ്പീറ്റ് വിത്ത് ഈച്ച് അതർ. ഫേംസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. എഗ്രിമെന്റോ കോപ്പറേഷനോ ചെയ്യാതെ, കോപ്പറേറ്റും എഗ്രിമെന്റ്സും ചെയ്യാതെ അവർ ഫേംസ് തമ്മിൽ കോമ്പീറ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ, നോൺ കൊളൂസീവ്. അവർ കൊളൂഡ് ചെയ്യുന്നില്ല, അവർ തമ്മിൽ പരസ്പരം ഒരു ധാരണയിൽ എത്തിയിട്ടല്ല ഇവര് ഡിസിഷൻസ് എടുക്കുന്നത്, സ്വന്തമായി ഇൻഡിപെൻഡന്റ്ലി ആണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഓക്കെ, എഗ്രിമെന്റോ കോപ്പറേഷനോ ഇവർ തമ്മിലില്ല. നമുക്ക് കീ പോയിന്റ്സ് നോക്കാം. ഫ്യൂ ഫേംസ് ഓപ്പറേറ്റ് ഇൻ ദ മാർക്കറ്റ്. നമുക്കറിയാം ഒളിഗോപോളിൽ ഫ്യൂ ഫേംസ് ആണ് ഉണ്ടാവുക. നോ എഗ്രിമെന്റ്, അവിടെ എഗ്രിമെന്റോ കാർപ്പലോ ഫോം ചെയ്യുന്നില്ല. ഈച്ച് ഫേം ഡിസൈഡ്സ് ഇറ്റ്സ് ഓൺ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട്. ഓരോ ഫേംസ് അവരുടെ പ്രൈസും ഔട്ട്പുട്ടും ഡിസൈഡ് ചെയ്യുന്നു. എങ്ങനെയാണ്? ഓരോ ഫേം അവരവർക്ക് ഇഷ്ടപ്പെടുന്ന അവരവർ എന്ത് ചെയ്യും, അവരുടെ പ്രൈസും ഔട്ട്പുട്ടും ഡിസൈഡ് ചെയ്യുന്നു. ഇവർ എഗ്രിമെന്റോ അല്ലെങ്കിൽ ഒരുമിച്ച് കൂടിയിട്ട് ഇന്ന പ്രൈസ് ഫിക്സ് ചെയ്യാം എന്ന് തീരുമാനിച്ചിട്ടല്ല ഇവിടെ എന്ത് ചെയ്യുന്നത്, പ്രൈസും ഔട്ട്പുട്ടും ഡിസൈഡ് ചെയ്യുന്നത്. ഫേംസ് കോമ്പീറ്റ് ടു മാക്സിമൈസ് ദെയർ പ്രോഫിറ്റ്. ഏതൊരു ഫേമിന്റെയും മെയിൻ ലക്ഷ്യം, എയിം എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. ഈച്ച് ഫേം ഡിസിഷൻസ് ഇഫക്ട്സ് ഇറ്റ്സ് റിവൈവൽ. ഓരോ ഫേമിന്റെ ഡിസിഷൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഫേമിനെ എഫക്ട് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഒളിഗോപോളി? ആ ഒളിഗോപോളി നോൺ കൊളൂസീവ് ഒളിഗോപോളി മോഡലിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോൺ കൊളൂസീവ് ഒളിഗോപോളി മോഡൽസ് നോക്കാം. ഒന്ന് കൊർനോട്ട് മോഡൽ, പിന്നെ ബ്രിക്രന്റ് മോഡൽ, സ്വിസി മോഡൽ, സ്റ്റാക്കിൾബർഗ് മോഡൽ, എഡ്ജ്വർത്ത് മോഡൽ എന്ന് പറയുന്ന ഓൾമോസ്റ്റ് ഒരു 5 മോഡൽസ് ആണ് നമുക്ക് നോൺ കൊളൂസീവ് ഒളിഗോപോളി മോഡൽസ് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ നോൺ കൊളൂസീവ് ഒളിഗോപോളി മോഡൽസ് 5 എണ്ണമാണ് നോക്കുന്നത്. ആ 5 എണ്ണം, ഈ 5 മോഡൽ ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതുപോലെ തന്നെ ഏത് ഇയറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഓരോ മോഡലിന്റെ മെയിൻ തീം എന്താണ്, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് കുർനോട്ട് മോഡൽ. അഗസ്റ്റിൻ കുർനോട്ട് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1838. ഇവിടെ ഫേംസ് തമ്മിൽ കോമ്പീറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ടിലാണ്. ഔട്ട്പുട്ടിലാണ് ഫേംസ് എന്ത് ചെയ്യുന്നത്, കോമ്പറ്റീഷൻ നടത്തുന്നത്. ഫേംസ് കോമ്പീറ്റ് ബൈ ഡിസൈഡിങ് ഔട്ട്പുട്ട് ഇൻഡിപെൻഡന്റ്ലി. ഓരോ ഫേംസ് ഔട്ട്പുട്ട് ഇൻഡിപെൻഡന്റ്ലി ഡിസൈഡ് ചെയ്തിട്ടാണ് കോമ്പറ്റീഷൻ നടത്തുന്നത്. അപ്പൊ ഇവിടെ കോമ്പറ്റീഷൻ നടത്തുന്നതാണ് ഔട്ട്പുട്ടിലാണ്. ഓക്കെ,
കുർനോട്ട് മോഡലിന്റെ മെയിൻ തീം എന്ന് പറയുന്നത് ഔട്ട്പുട്ടിലാണ് കോമ്പറ്റീഷൻ നടത്തുന്നത്. അടുത്ത ബ്രിട്രൻഡ് മോഡലിൽ ജോസഫ് ബ്രിട്രൻഡ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് 1883 ഫേംസ് കോമ്പീറ്റ് ബൈ സെറ്റിംഗ് പ്രൈസ്. ഇവിടെ കോമ്പറ്റീഷൻ നടത്തുന്നത് പ്രൈസിലാണ് ബ്രിട്രൻഡ് മോഡൽ കോമ്പറ്റീഷൻ നടത്തുന്നത്. ഫേംസ് തമ്മിൽ ഇൻഡിപെൻഡന്റ്ലി പ്രൈസ് സെറ്റ് ചെയ്തിട്ടാണ് കോമ്പറ്റീഷൻ നടത്തുന്നത്. അടുത്തത് എഡ്ജ്വർത്ത് മോഡൽ ഇൻട്രൊഡ്യൂസ് ഫ്രാൻസിസ് യെസിഡ്രോ ആണ് 1897. ഇവിടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് പ്രൈസിംഗ് കോമ്പറ്റീഷൻ ലിമിറ്റഡ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി മേ ലീഡ് ടു അൺസ്റ്റേബിൾ പ്രൈസ്. അതായത് ഫേംസിൽ ലിമിറ്റഡ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു? ലിമിറ്റഡ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി അത് അൺസ്റ്റേബിൾ പ്രൈസിലേക്ക്, സ്റ്റേബിൾ അല്ലാത്ത അൺസ്റ്റേബിൾ പ്രൈസിലേക്ക് ലീഡ് ചെയ്യുന്നു. അതാണ് എഡ്ജ്വർത്ത് മോഡലിന്റെ മെയിൻ ഐഡിയ. ചാമ്പർലിൻ മോഡൽ എഡ്ജ്വർത്ത് ഹാസ്റ്റിൻസ് ചാമ്പർലിൻ ആണ് ഇൻട്രൊഡ്യൂസ് ആയത് 1933. ഇവിടെ ഫേംസ് തമ്മിൽ റെക്കഗ്നൈസ് ചെയ്യുകയാണ് ഇന്റർ ഡിപെൻഡൻസ് ആൻഡ് മേ അവോയ്ഡ് അഗ്രസീവ് കോമ്പറ്റീഷൻ. ഇവിടെ ഫേംസ് തമ്മിൽ മനസ്സിലാക്കുകയാണ് ഒരു മ്യൂച്വൽ ഇന്റർഡിപെൻഡൻസിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ വേണ്ട, ഒരു കോമ്പറ്റീഷന്റെ ആവശ്യമില്ല, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് പോവേണ്ടവരാണ് എന്നുള്ളൊരു ധാരണ വരികയാണ്. സഹകരിക്കുകയല്ല ചെയ്യുന്നത്, പക്ഷെ ധാരണ വന്നിട്ട് അവർ കോമ്പറ്റീഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഗ്രസീവ് കോമ്പറ്റീഷൻ എന്താ ചെയ്യുന്നത്? അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത് സ്റ്റാക്കിൾബർഗ് മോഡൽ ഇൻട്രൊഡ്യൂസ് ഹെൻറിച്ച് വോൺ സ്റ്റാക്കിൾബർഗ് ആണ് 1934. വൺ ഫേം ആക്ട് ആസ് എ ലീഡർ ആൻഡ് അതർ ഫേം ഫോളോ. ഒരു ഫേം ലീഡർ ആയിട്ട് ആക്ട് ചെയ്യും, മറ്റ് ഫേംസ് അവരെ ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത കിങ് ഡിമാൻഡ് കർവ് മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോൾ സ്വിസി ആണ് 1939. ഇവിടെ പ്രൈസ് റിജിഡിറ്റി ആണ്. ഈ കിങ് ഡിമാൻഡ് കർവ് മോഡലിന്റെ മെയിൻ തീം എന്ന് പറയുന്നത് പ്രൈസ് റിജിഡിറ്റി ആണ്. പ്രൈസ് ടെൻഡ് ടു റിമെയിൻ റിജിഡ് അല്ലെങ്കിൽ സ്റ്റിക്കി ബിക്കോസ് ഓഫ് റിവൈൽസ് ആക്ഷൻ. അതായത് ഫേംസ് പ്രൈസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രൈസിൽ യാതൊരു മാറ്റവും, അതായത് പ്രൈസ് റിജിഡിറ്റി ആണ് കിങ് ഡിമാൻഡ് കർവിന്റെ മോഡലിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ 5 മോഡൽ ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇത് ഇയർ തന്നെ ക്രോണോളജിക്കലി ആയിട്ടോ കൊടുത്തത്, സ്റ്റാർട്ടിങ് ഫ്രം ബിഗിനിങ് ടു ലേറ്റസ്റ്റ് എന്ന് പറയുന്ന ക്രോണോളജിക്കൽ ഓർഡറിലാണ് നമ്മൾ കൊടുത്തത്. അതുപോലെ ഓരോന്നിന്റെയും ഇമ്പോർട്ടന്റ് ഐഡിയ പഠിച്ചു. കുർനോട്ട് ആണെങ്കിൽ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ കോമ്പറ്റീഷൻ നടത്തുന്നത്. ബ്രിട്ടൻ മോഡൽ ആണെങ്കിൽ പ്രൈസിലാണ് കോമ്പറ്റീഷൻ. എഡ്ജ്വർത്ത് മോഡൽ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി, ലിമിറ്റഡ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു? അൺസ്റ്റേബിൾ പ്രൈസിലേക്ക് ലീഡ് ചെയ്യുന്നു. ചാമ്പർലിൻ മോഡൽ എന്ന് പറയുന്നത് മ്യൂച്വൽ ഇന്റർഡിപെൻഡൻസ് മനസ്സിലാക്കി ഒരു കോമ്പറ്റീഷൻ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്റ്റാക്കിൾബർഗ് മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു ഫേം ലീഡർ ആയിട്ട് ആക്ട് ചെയ്യും, മറ്റ് ഫേംസ് അതിനെ ഫോളോ ചെയ്യും. കിങ് ഡിമാൻഡ് കർവ് മോഡലിന് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ പ്രൈസ് റിജിഡ് ആക്കി വെക്കും. ഓക്കെ, അപ്പം ഇന്നെടുത്ത നമ്മുടെ നോൺ കൊളൂസീവ് ഒളിഗോപോളി മോഡൽ എന്താണ്, അതിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, 5 മോഡൽസ് എന്തൊക്കെയാണ്, ആ മോഡൽസ് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഏത് ഇയറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു, മെയിൻ ഐഡിയ എന്താണെന്നൊക്കെ മനസ്സിലായി. ഇന്നത്തെ വീഡിയോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് വാട്ട് ഐ തോട്ട് യു ടുഡേ. ആൻഡ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ യു ക്യാൻ കമന്റ് ഓൺ ദി കമന്റ് ബോക്സ്. ആൻഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടെങ്കിൽ ഡു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. Thank you.